യിരെമ്യാവ് 1:5. നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. യിരെമ്യാ പ്രവാചകനെ കരയുന്ന പ്രവാചകനെന്ന് അറിയപ്പെടുന്നു. തങ്ങളുടെ വിഗ്രഹാരാധനയുടെയും പാപജീവിതത്തിൻ്റെയും ഫലമായി തങ്ങളുടെ രാജ്യത്തിന് വന്നു ഭവിക്കുവാൻ പോകുന്ന നാശത്തെക്കുറിച്ച് ദൈവജനമായ ഇസ്രയേലിന് തൻ്റെ ശുശ്രൂഷാകാലത്ത് യിരെമ്യാവ് മുന്നറിയിപ്പ് നൽകി. അവരുടെ പ്രവാസത്തിൽ നിന്നുള്ള മടങ്ങിവരവ്, രാജ്യത്തിൻ്റെ പുനഃസ്ഥാപനം എന്നിവയെക്കുറിച്ചും യിരെമ്യാവ് മുൻകൂട്ടി അറിയിച്ചു. ഈ ശുശ്രൂഷയ്ക്കായി ദൈവം പ്രവാചകനെ വിളിച്ചപ്പോഴുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടാണ് നാം ഇവിടെ വായിച്ചത്. ഉദരത്തിൽ ഉരുവാക്കിയതിനു മുൻപേ അറിഞ്ഞ ദൈവം. നാം ആരും തന്നെ നമ്മുടെ മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവായതല്ല, ദൈവത്താൽ ഉരുവാക്കപ്പെട്ടതാണ്. ദൈവം നമ്മെ ഉരുവാക്കുന്നതിന് മുമ്പേ നമ്മെ അറിഞ്ഞതാണ്. എത്ര ആശ്ചര്യകരവും അത്ഭുതകരവുമായ അവസ്ഥ! നാം രക്ഷിക്കപ്പെട്ടപ്പോഴോ സ്നാനപ്പെട്ടപ്പോഴോ ഒന്നുമല്ല നമ്മെ ദൈവം അറിഞ്ഞത്. നമ്മെ ആരാകണമെന്നും നാം എന്തായിരിക്കണമെന്നും എപ്രകാരമായിരിക്കണമെന്നും നേരത്തെ തീരുമാനിച്ച് പദ്ധതി രൂപീകരിച്ച് ആദ്യത്തിലെ അന്ത്യവും അറിഞ്ഞാണ് നമ്മെ ഭൂമിയിലേക്ക് ദൈവം അയച്ചത്. സങ്കീർത്തനം 31:15 എൻ്റെ കാലഗതികൾ നിൻ്റെ കയ്യിലിരിക്കുന്നുവെന്ന് ദാവീദ് പറഞ്ഞിരിക്കുന്നു. യെശയ്യാവ് 46:10 ആരംഭത്തെങ്കിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. എൻ്റെ ആലോചന നിവൃത്തിയാകും, ഞാൻ എൻ്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും എന്ന് ഞാൻ പറയുന്നു എന്ന് നാം അവിടെ വായിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ പൂർണ്ണ രൂപം ഉള്ളത് ദൈവകരങ്ങളിലാണ്, അല്ലാതെ നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പിശാചല്ല. അല്ല എങ്കിൽ നമ്മുടെ ജീവിതം അവന് അടിയറവ് വച്ചതായിരിക്കണം. യെശയ്യാവ് 44:2 നിന്നെ ഉരുവാക്കിയവനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മെ സ്വർഗത്തിൽ ഉരുവാക്കി അമ്മയുടെ ഉദരത്തിൽ നമ്മെ അത്ഭുതകരവും അതിശയകരവുമായ രീതിയിൽ നിർമ്മിച്ചത് ദൈവമാണ്. യെശയ്യാവ് 49:1 എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഇരിക്കയിൽ തന്നെ എൻ്റെ പേർ പ്രസ്താവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മെ ഓമന പേര് ചൊല്ലി വിളിച്ചു, സ്നേഹത്തിൽ പൊതിഞ്ഞാണ് ഭൂമിയിലേക്ക് അയച്ചത്. യോഹന്നാനെ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറച്ചു ദൈവം. കാരണം ശ്രേഷ്ഠകരമായ ശുശ്രൂഷയാണ് യോഹന്നാനെക്കുറിച്ച് ദൈവം പദ്ധതിയിട്ടിരുന്നത്. നമ്മയൊക്കെ ദൈവം പ്രത്യേക ഉദ്ദേശങ്ങളോടെയാണ് ഭൂമിയിലേക്ക് അയച്ചത്. നമ്മൾ ആരും യാദൃശ്ചികമായി ജനിക്കപ്പെട്ടവരല്ല. പ്രത്യേക ദൗത്യം നമ്മെ ഓരോരുത്തരെയും ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പൂർത്തീകരണത്തിനായി നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാം. പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, ഞങ്ങളെ ഉരുവാക്കിയത് എന്ത് പദ്ധതിയോടെയാണോ അത് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് us all.